നമസ്കാരം. ലോകകപ്പ് ആവേശവും വിശേഷങ്ങളുമായി ഫുട്ബോളം വീണ്ടും എത്തുകയാണ്. ബ്രസീൽ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ലോകമെമ്പാടുമുള്ള ബ്രസീലിന്റെ ആരാധകർ കാത്തിരിക്കുന്നു ബ്രസീലിന്റെ ആദ്യ മത്സരത്തിനായി. എതിരാളികൾ കട്ടക്കാണ് മൊറോക്കോ. കഴിഞ്ഞ തവണത്തെ ലൂസേഴ്സ് ഫൈനലിലെത്തിയ ടീമാണ് മൊറോക്കോ. എന്തായാലും ഇന്ന് ആദ്യ മത്സരം തുടങ്ങുന്നത് ഖത്തറിന്റെ പോരാട്ടത്തോടു കൂടിയാണ്. ഖത്തറിന്റെ പോരാട്ടം രാത്രി 12:30 കഴിഞ്ഞ തവണത്തെ എതിരാളികൾ സ്വിറ്റ്സർലൻഡാണ്. കണ്ണൂരുകാരൻ തഹസീൻ മുഹമ്മദ് ജംഷീദിന് അവസരം കിട്ടുമോ എന്നുള്ള കാത്തിരിപ്പുണ്ട് മലയാളികൾക്ക്. ഇനി ബ്രസീൽ നാളെ രാവിലെ പുലർച്ചെ 3:30 മൊറോക്കോയെ നേരിടും. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. അങ്ങനെ രണ്ട് പോരാട്ടങ്ങളാണ് ഈ രാത്രിയിൽ ലോകകപ്പിലെ ഫുട്ബോൾ ആരാധകർക്കായി കാത്തിരിക്കുന്നത്. ഈ ബ്രസീൽ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ ആരാധക പ്രതീക്ഷ അത് വാനോളമാണ്. ന്യൂജേഴ്സിയിൽ പുലർച്ചെ 3:30 കിക്ക് ഓഫ് ആവുന്നത് ഗ്രൂപ്പ് സിയിലെ ഏറ്റവും ഗ്ലാമർ പോരിനാണ്. അടുത്ത ആഴ്ചയോടെ മാത്രമേ ഈ നെയ്മർ കായികക്ഷമത വീണ്ടെടുക്കൂ എന്നാണ് കോച്ച് ആഞ്ചലോട്ടി വ്യക്തമാക്കിയത്. പഴയ പ്രതാപമില്ല എന്നത് ശരി തന്നെ. എന്നിരുന്നാലും ഫുട്ബോളിൽ to win is really difficult to say. I think we can compete and we have a possibility to compete to win. Of course, yes, we can compete and we are ready to compete. So to win, we are a little detail sometimes in football, but I think the feeling today is we have a good feeling about this World Cup, not only about this first game, because it's only the first game of this competition. ഖത്തറിൽ കറുത്ത കുതിരകളായി പാഞ്ഞ മൊറോക്കോ ഊർജം കൂട്ടിയിട്ടേയുള്ളൂ. ആവേശവും കളിമി ഇസ്മായിൽ സായ്ബരി ലോക ഫുട്ബോളിൽ ആരെയും കൂസാത്തവരാണ് നിരയിൽ. രണ്ടാം തവണയാണ് ലോകകപ്പിൽ ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടുന്നത്. 98-ൽ ബ്രസീൽ 3-0 ജയിച്ചു. എന്നാൽ 3 വർഷം മുമ്പ് സൗഹൃദ പോരിൽ മൊറോക്കോയ്ക്കായിരുന്നു ജയം. ബ്രസീലിനായി ആർത്തു വിളിക്കുന്ന മലയാളി ആരാധകർക്ക് ഉറങ്ങാനാവില്ല ഈ രാത്രി. പുലർച്ചെ 3:30 വിസിൽ മുഴങ്ങുമ്പോൾ ശ്വാസം നിലയ്ക്കും തീർച്ച. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഈ ലോകകപ്പ് വേദികളെ എന്നും കാർണിവലാക്കി മാറ്റുന്നത് എപ്പോഴും ബ്രസീൽ ആരാധകരാണ്. മഞ്ഞയും പച്ചയും കലർന്ന ജേഴ്സിയിൽ കൂട്ടം കൂട്ടമായി അവർ എത്തുന്നതോടുകൂടി സ്റ്റേഡിയങ്ങളും പരിസരങ്ങളും ഒക്കെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറും. താളവാദ്യങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് ഓരോ വേദികളിലേക്കും ഈ ബ്രസീലിയൻ ആരാധകരുടെ യാത്ര. താളാത്മകമാണ് എന്നും ബ്രസീലിയൻ ഫുട്ബോൾ. സാമ്പയും ബോസനോവയും അകമ്പടി പേറുന്ന വശ്യതയിൽ നൃത്തം ചവിട്ടി മുന്നേറുന്ന കളിക്കാർ. റിയോ ഡി ജനീറോയുടെ ചെറുപതിപ്പുകളാണ് ഇന്ന് ഓരോ ലോകകപ്പ് വേദികളും. കാർണിവലുകൾ ബ്രസീലുകാർക്ക് സംസ്കാരത്തിന്റെ ഭാഗമാണ്. യാത്രയിലും ഒപ്പം കൂട്ടുന്ന ജീവിതചര്യ. പച്ചയും കാനറി മഞ്ഞയും നിറത്തിൽ അമേരിക്കൻ നിരത്തുകളെ കാർണിവൽ വേദികളാക്കുകയാണ് ഇപ്പോൾ ബ്രസീൽ ആരാധകർ. ആയിരങ്ങളാണ് അയൽ ഭൂഖണ്ഡത്തിലേക്ക് ടീമിന് പിന്തുണ നൽകാനായി എത്തിയിരിക്കുന്നത്. I'm so glad to be here, to be honest. I'm really glad to be here. It's an amazing experience. It's not every day that we see many Brazilians in one place, like around the world. So I'm really happy to be here. I'm glad that my country, to represent my country here. And let's go Brazil. Let's go Brazil. ഫുട്ബോൾ ലോകകപ്പ് അതെവിടെയാണെങ്കിലും ബ്രസീൽ ആരാധകരില്ലാതെ എന്താഘോഷം. അവരല്ലേ ഫുട്ബോൾ ആരവത്തിന് താളം പിടിക്കുന്നതും ചുവടുവെപ്പിക്കുന്നതും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇനി 12:30 ഖത്തർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അതിൽ മലയാളിയായിട്ടുള്ള തഹസീൻ മുഹമ്മദ് ജംഷീദ് ഉണ്ടാകുമോ? ആ കാത്തിരിപ്പിലാണ് തഹസീന്റെ നാടും വീടുമൊക്കെ. 26 അംഗ ഖത്തർ ടീമിൽ ഇടം പിടിച്ച തഹസീന് ആദ്യ മത്സരത്തിൽ തന്നെ അവസരം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. എന്നാൽ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു തഹസീന്റെ രാജ്യാന്തര അരങ്ങേറ്റം. തഹസീന്റെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ന്യൂസ് 18 ചേരുകയാണ്. അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുക. വളരെ ആകാംക്ഷയിലാണ്, വളരെ പ്രതീക്ഷയിലാണ്.
നമ്മളെല്ലാവരും പ്രാർത്ഥനയിലുമാണ് അവനിക്ക് വേണ്ടിയിട്ട്. അവനെ ഇറങ്ങിയിട്ടൊരു ഗോളടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാട്ടിൽ വലിയൊരു LED സ്ക്രീൻ വെച്ചിട്ട് ഒരു വലിയ കളി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പലവിധ പരിപാടികളുണ്ട്. ഇത് വളരെ ഒരു സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. ഒരു നാട് മൊത്തം ഈ ഒരു ആഘോഷം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം സാധാരണ രീതിയിൽ പോലീസുകാർ ഇതൊക്കെ ദൂരെ നിന്ന് കണ്ട് പോകുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പോലീസ് ഇവരെ കൂടെ കൂടിയിട്ടുള്ള ഒരാഘോഷമാണ്. ഇതൊരു അഭിമാനമാണ്. കാരണം നമ്മുടെ ഇന്ത്യക്കാരൻ ലോകകപ്പ് കളിക്കുക എന്ന് പറയുന്നത് ഖത്തറിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് അഭിമാനം നൽകുന്നതാണ്. അത് ഞങ്ങളെ വളപട്ടണം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള തൊട്ടടുത്തുള്ള ഒരു കുട്ടി കൂടി ആകുമ്പോൾ സന്തോഷം ഇരട്ടിക്കുകയാണ്. നമ്മൾ ഈ പ്രദേശമല്ല മൊത്തം ഇന്ത്യ ഒട്ടുക്കൊരു ആവേശത്തിലാണ്. കാരണം വെച്ചാൽ അവൻ ഉമ്മ പറഞ്ഞ് കേട്ട സ്ഥിതിക്കല്ലേ ഇത്തിരി പമ്പേഴ്സ് വെച്ചിട്ട് ടോയ്ലറ്റ് പോകുമ്പോൾ ബോളുണ്ടാന്ന് പറയാം കുട്ടീൻ്റെ കയ്യിൽ. അത്തിരി ഫുട്ബോളായിട്ട് ആ ഹൃദയത്തോട് ചേർത്തൊരു മോനാണ്. നമുക്ക് അഭിമാനമാണ്. അവൻ ലീവിന് വന്നു വെച്ചാൽ ചെറുതായി ഗ്രൗണ്ടിൽ കളിക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, കൂടെ കളിച്ച സഹോദരന്മാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്. പക്ഷെ ഒരു അഭിമാനമാണ് നമുക്കും ഇന്ത്യക്കും. വളവട്ടത്തിൻ്റെ നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമുള്ളൊരു മുത്ത് തന്നെയാണ്. പിന്നെ വളവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സെവൻസ് ഫുട്ബോളിൽ ഒരു മക്ക എന്നറിയപ്പെടുന്ന ഒരു ഈറ്റിലും വളവട്ടത്ത് വളരെ നമ്മൾ ആഘോഷ പരിപാടിയെല്ലാം വളരെ ഗംഭീരമായിട്ട് നടന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് സ്ക്രീന് അത് 16:8 അതൊരു വലിയ ഓഡിറ്റോറിയത്തിൽ അതിൻ്റെ സെറ്റപ്പെല്ലാം ആക്കിയിട്ടുണ്ട്. അത് എല്ലാവരും നല്ലൊരു ആവശ്യത്തിലാണ്. ഓക്കെ, എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണെന്നുള്ളത്. വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു അവസരമാണ്. ഞങ്ങളെല്ലാവരും ഒരു ഗോളടിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രാർത്ഥനയിലാണുള്ളത്. സന്തോഷം. നമ്മുടെ ആവേശം, നാട്ടുകാരുടെ ആവേശം പറഞ്ഞറിയിക്കാണ്ട് പറ്റില്ല. അത്രയ്ക്ക് ആവേശത്തിലാണ് നമ്മുടെ നാട്ടുകാരുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കൊച്ചു പ്രദേശത്ത് ഇവിടെ വേറെ എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ശരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ലബ് തന്നെ ഉള്ളത് നമ്മളെ വളവണ്ണത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരാളവിടെ എത്തലെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഫിഫ ലോകകപ്പിൽ ബ്രസീൽ ഇറങ്ങുന്നു. ഇനി പോർച്ചുഗലിന്റെ മത്സരം ബുധനാഴ്ചയാണ്. ആ മത്സരത്തിൽ പങ്കെടുക്കാനായി ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗൽ ടീമും അമേരിക്കയിൽ ലാൻഡ് ചെയ്തു. ഫ്ലോറിഡയിലെ പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് റൊണാൾഡോ പറന്നിറങ്ങിയത്. ഗ്രൂപ്പ് കെ ആ മത്സരത്തിൽ ഹൂസ്റ്റണിൽ വെച്ചാണ് പോർച്ചുഗൽ ആദ്യ മത്സരം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ നേരിടും ബുധനാഴ്ച. 6 ദിവസത്തിന് ശേഷം അതേ സ്റ്റേഡിയത്തിൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ജൂൺ 27 മയാമിയിൽ കൊളംബിയയുമായിട്ടാണ് അടുത്ത മത്സരം. എന്താണ് സൂപ്പർ താരം റൊണാൾഡോയ്ക്ക് ഇത് 6ാം ലോകകപ്പാണ്. 6ാം ലോകകപ്പിലേക്കുള്ള റൊണാൾഡോയുടെ എൻട്രി കാണാം. ഇനി ലയണൽ മെസ്സി അത് എന്ത് ചെയ്താലും വാർത്തയാണല്ലോ. അങ്ങനെ ലയണൽ മെസ്സിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും ക്യാമറ കണ്ണുകളും. ലോകകപ്പിനായി അമേരിക്കയിൽ എത്തിയ ഈ മെസ്സി പരിശീലനത്തിന് ഇറങ്ങിയപ്പോഴും ചുറ്റും ക്യാമറകളായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. ലോക ഫുട്ബോളിൽ മെസ്സിയോളം വരില്ല മറ്റൊരാൾ. കിട്ടാക്കനി എന്ന് കരുതിയ കിരീടം ഖത്തറിൽ നേടിയെടുത്തതോടെ ഫുട്ബോൾ ദൈവത്തിനങ്ങനെ അർജന്റീനയിൽ തന്നെ പിൻഗാമിയെത്തി. അങ്ങനെ ഫുട്ബോൾ വശിയ ഉള്ളിടമെല്ലാം ആൾക്കൂട്ടമാണ്. വലിയ സുരക്ഷയിലാണ് അർജന്റീന ടീമിന്റെ ഓരോ പരിശീലനങ്ങളും. കഴിഞ്ഞ ദിവസം കൻസാസ് സിറ്റിയിൽ മെസ്സിയും കൂട്ടാളികളും പരിശീലനത്തെത്തിയപ്പോഴും ക്യാമറ ക്ലിക്കുകളുടെ ആരവമാണ് അകമ്പടിയായത്. ഏകദേശം 100-ലേറെ ക്യാമറകളാണ് ആ പരിശീലന വേദിക്ക് ചുറ്റും ഇമ വെട്ടാതെ ചലനങ്ങൾ പകർത്തിക്കൊണ്ടേയിരുന്നത്. മെസ്സിക്കിത് അവസാന ലോകകപ്പാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ ഓരോ ചലനങ്ങളും ചരിത്രമാണെന്ന തിരിച്ചറിവിലാണ് ഈ തിക്കും തിരക്കും. മത്സരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി പരമാവധി പുറം ലോകത്ത് നിന്ന് അകന്നു കഴിയുകയാണ് മെസ്സി. എത്രമാത്രം ഒഴിഞ്ഞു മാറിയാലും ഒരു ലെൻസെങ്കിലും ആ അതിമാനുഷിന് നേരെ ഉണ്ടാകും.
16-ാം തീയതി അൾജീരിയക്കെതിരെയാണ് അർജന്റീനയുടെ ആദ്യ മത്സരം. സന്നാഹ മത്സരങ്ങളിൽ കാര്യമായി ബൂട്ടണിഞ്ഞില്ല മെസ്സി. എന്നാൽ ലോകവേദിയിൽ ആദ്യ 11-ൽ മെസ്സി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അർജന്റീന ആരാധകർ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇന്നത്തെ മത്സരഫലങ്ങളിലേക്ക് പോയല്ല. പാരഗ്വേ 1-നെതിരെ 4 ഗോളുകൾ തകർത്ത USA അതിഗംഭീര തുടക്കമാണ് ലോകകപ്പിൽ കുറിച്ചത്. പാരഗ്വേ സമ്മാനമായി നൽകിയ ഒരു സെൽഫ് ഗോൾ എന്ന് പറയണം. അങ്ങനെയാണ് അവർ തുടങ്ങിയത്. US 3 ഗോളുകൾ കൂടി പിന്നീട് ആ എതിർ പോസ്റ്റിൽ അടിച്ചു കയറ്റി. ഫൊൾറാൻ ബാലഗന്റെ ഇരട്ട ഗോളാണ് US കരുത്തായത്. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ പകരക്കാരൻ ജിയോവാനി റെയ്ന 4ാമത്തെ ഗോൾ നേടി. 7ാം മിനിറ്റിൽ പാരഗ്വേ ഡാമിയൻ ബബാദിലയുടെ സെൽഫ് ഗോൾ വഴിയാണ് USA ലീഡ് എടുക്കുന്നത്. മക്കീനി നടത്തിയ തകർപ്പൻ കുതിപ്പിനൊടുവിലാണ് ഗോളിന് വഴിയൊരുങ്ങുന്നത്. പാരഗ്വേ പ്രതിരോധ നിരയെ മറികടന്ന് മുന്നേറിയ ക്യാപ്റ്റൻ ക്രിസ്ത്യൻ പുലിസിച്ച് ഒരു ക്രോസ് നൽകുന്നു. അത് തടയാൻ ശ്രമിച്ച പാരഗ്വേ മിഡ്ഫീൽഡർ ഡാമിയൻ ബബാദിലയുടെ കാലിൽ തട്ടി പന്ത് സ്വന്തം പോസ്റ്റിലേക്ക് കയറുകയായിരുന്നു. ഇനി 31ാം മിനിറ്റിലായിരുന്നു 2ാമത്തെ ഗോൾ. പുലിസിച്ച് നൽകിയ പാസ് ഫൊളറാൻ ഗോളാക്കി മാറ്റി. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബാലഗൻ 2ാമത്തെ ഗോളും ടീമിന്റെ 3ാമത്തെ ഗോളും നേടി. 73ാം മിനിറ്റിൽ മൗറീഷ്യോ പാരഗ്വേക്ക് വേണ്ടി ആശ്വാസ ഗോൾ കണ്ടെത്തി. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പകരക്കാരനായി എത്തിയ മിഡ്ഫീൽഡർ ജിയോവാനി റെയ്നയിലൂടെ US 4ാമത്തെ ഗോളും നേടി പാരഗ്വേയുടെ പതനം അത് പൂർത്തിയാക്കിയത്. ഈ ലോകകപ്പിൽ എപ്പോഴും തോൽവി മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ കാനഡ. പക്ഷേ ആ ചരിത്രം ഒന്ന് മാറ്റി എഴുതി. ആദ്യമായിട്ടൊരു പോയിന്റ് കാനഡയ്ക്ക് സ്വന്തമായി. ആതിഥേയരായ കാനഡ ബോസ്നിയ ഹെർസഗോവിനയ്ക്കെതിരെ 1-1 സമനില പിടിച്ചാണ് ലോകകപ്പിലെ ആദ്യ പോയിന്റ് അവർ നേടിയത്. 21ാം മിനിറ്റിൽ ജോവോ ലുക്കീസിലൂടെ ബോസ്നിയ മുന്നിലെത്തി. പക്ഷേ 79ാം മിനിറ്റിൽ കൈൽ ലാറിൻ കാനഡയ്ക്ക് വേണ്ടി ആ സമനില ഗോൾ പിടിക്കുകയായിരുന്നു. പകരക്കാരനായി ഇറങ്ങി 4 മിനിറ്റിനുള്ളിലായിരുന്നു ലാറിൻ കാനഡയുടെ രക്ഷകനായി മാറിയത്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇറ്റലി അട്ടിമറിച്ചെത്തിയ ടീമാണ് ബോസ്നിയ. ബോസ്നിയ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞത് കാനഡയ്ക്ക് വലിയ നേട്ടമായി കരുതുകയും ചെയ്യാം. ഇനി ആ ജയത്തിന് പിന്നാലെ ജയത്തിന് തുല്യമായ സമനിലയ്ക്ക് പിന്നാലെ സ്വന്തം ടീം പോയിന്റ് നേടിയതിന് വലിയ ആഘോഷത്തിലായിരുന്നു കാനഡയുടെ ആരാധകർ. ബോസ്നിയയുമായുള്ള മത്സരം അത് സമനിലയിൽ പിരിഞ്ഞതോടുകൂടിയാണ് തോൽവി മാത്രം സ്വന്തമായുണ്ടായിരുന്ന കാനഡ ആദ്യ ജയം നേടിയത്. ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയെ 1-1 സമനിലയിലാക്കിയാണ് പോയിന്റ് നേട്ടം. മത്സരശേഷം സ്റ്റേഡിയത്തിന് പുറത്ത് കാനഡയുടെ ആരാധകർ വലിയ തോതിൽ ആഘോഷ പ്രകടനം നടത്തുകയും ചെയ്തു. കാനഡയുടെ പതാകകൾ വീശി, പാട്ടുപാടി, നൃത്തം ചെയ്ത് അവർ സന്തോഷം പങ്കുവച്ചു. ബോസ്നിയൻ ആരാധകരും ഈ ആവേശത്തിൽ പങ്കുചേർന്നു എന്നതാണ് രസകരം. Nerve-wracking, but we got the job done. Hey, first point in history. We should have won, but you know what? We'll take the 1 point. First point in history. It's probably one of the best days of my life. Just got to keep swimming, fellas. Game was amazing. I'm so happy to be here. Go Canada, go. I wouldn't miss it for the world. As soon as I heard the World Cup was here, I had to get this ticket. Had to be here. We got here at 9 in the morning. And we've been going ever since. I'm very happy to be here. For me, it's okay. Perfect score for me. I live in Canada. I cheer for Bosnia. I was hoping Bosnia will win, but it's okay. 1-1, it's okay for me. The game was incredible. I was very, very happy about the tie. I was born in Bosnia, but I live in Canada and I love Canada. So I'm happy with the 1-1 result. And we had a blast. The energy was absolutely electric. Both goals were awesome. We had a really good time. But yeah, I was very impressed with Canada. You know, I didn't expect them to play so well and so fluent. I'm used to playing, watching Premier League, and used to high quality football, but they played magnificent. So I think good chance they're going to go through. ഈ ലോകകപ്പിന് കിക്ക് ഓഫ് ആയാൽ ഓരോ വേദികളിലേക്കും ലോകം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കും. കോർട്ടുകളെ ഫുട്ബോൾ തീപിടിപ്പിക്കുമ്പോൾ വേദികൾക്ക് പുറത്ത് ചില പ്രതിഷേധങ്ങളും കാണാം. ആയിരങ്ങളുടെ രോഷാഗ്നിയാണ് മെക്സിക്കോയിലെ മത്സരവേദികൾക്ക് മുന്നിൽ ഓരോ ദിവസവും ഇപ്പോൾ അലയടിക്കുന്നത്. കർഷക പ്രതിഷേധങ്ങൾ മുതൽ അമ്മമാരുടെ കൂട്ടായ്മകൾ വരെ പലതരത്തിലുള്ള പ്രതിഷേധവുമായി നിരത്തിലേക്ക് എത്തുന്നു.
അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ കണ്ണുകൾ മെക്സിക്കോയിലേക്ക് ചുരുങ്ങുമ്പോൾ തങ്ങളുടെ ദുരിതങ്ങളും ആവലാതികളും ലോകത്തെ അറിയിക്കാനുള്ള വേദിയായി മാറ്റുകയാണ് ഫുട്ബോൾ നഗരങ്ങളെ ഒരു വലിയ ജനവിഭാഗം. പല സമയങ്ങളിലായി മെക്സിക്കോയിൽ നിന്ന് 1,34,460 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെ കാണാതായവരുടെ ബന്ധുക്കളുടെ പ്രതിഷേധമാണ് ഒന്ന്. ഞങ്ങളുടെ വേദന വെച്ച് നിങ്ങൾ പന്ത് കളിക്കരുത് എന്നാണ് മുദ്രാവാക്യം. കാണാതായവരുടെ ചിത്രങ്ങളുമായി സ്റ്റേഡിയത്തിന് മുന്നിലേക്ക് അമ്മമാരുടെ കൂട്ടായ്മ നടന്നെടുത്തു. മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയകളുടെ ഭീകരതയും ഭരണകൂടത്തിന്റെ വീഴ്ചയും വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രതിഷേധം. സ്റ്റേഡിയത്തിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചു കയറാൻ ശ്രമിച്ചതോടെ കണ്ണീർ വാതകവും ലാത്തിച്ചാർജും വേണ്ടി വന്നു. മറ്റൊരു പ്രതിഷേധം മെക്സിക്കോയിലെ അധ്യാപകരിൽ നിന്നായിരുന്നു. ലോകകപ്പിനായി കോടിക്കണക്കിന് ഡോളർ ഒഴുക്കുമ്പോഴും തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഭരണകൂടം അവഗണിക്കുന്നു എന്നാരോപിച്ചാണ് അധ്യാപക സംഘടന CNTE സമരം ചെയ്യുന്നത്. ശമ്പള വർധനയും പെൻഷൻ പരിഷ്കരണവും ആവശ്യപ്പെട്ടാണ് 10,000-കണക്കിന് അധ്യാപകർ ഫാൻ സോണിന് സമീപം തമ്പടിച്ചത്. മെക്സിക്കോയിലെ അധ്യാപകർ മാത്രമല്ല, ഫെഡറൽ ജുഡീഷ്യറി ജീവനക്കാരും ആരോഗ്യ പ്രവർത്തകരും കർഷകരും ആർക്കുവേണ്ടിയാണ് ഈ ലോകകപ്പ് എന്ന മുദ്രാവാക്യങ്ങളുമായി തെരുവിലുണ്ട്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ ലോകവിശേഷങ്ങളിലേക്ക് കാശിലേക്കൊക്കെ മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഈ കോഴിക്കോട് നിന്നുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ചയിലേക്കാണ്. ലോകകപ്പ് ആവേശത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ വിദ്യാലയങ്ങളൊക്കെ. ഈ അർജന്റീനയ്ക്കും ബ്രസീലിനും ഒപ്പം പോർച്ചുഗലിനും ഒക്കെ ആരാധകർ ഒരുപാടുണ്ട്. നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിലെ അവിടെ ഒരു ലോകകപ്പിനെ സംബന്ധിച്ചുള്ളൊരു ആഘോഷം നടന്നു. അവിടുത്തെ കാഴ്ചകൾ അത് കാണും. ലോകകപ്പിന് അന്ന് മെക്സിക്കോയിൽ കിക്ക് ഓഫ് നടന്നതിലും കേരളത്തിലാണ് കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കൊടിപാറുന്ന ആഘോഷങ്ങൾ നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളാണ് ലോകകപ്പിന്റെ ആവേശത്തിൽ പങ്കെടുക്കുന്നത്. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ ജേഴ്സികൾ അണിഞ്ഞാണ് അവർ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. നമുക്ക് അവരോട് കളി കാണാറുണ്ടോ? ഏത് ഫാനാ? റൊണാൾഡോ. റൊണാൾഡോ കുറെ കഴിഞ്ഞ തവണയായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ കപ്പടിക്കാൻ പറ്റിയിട്ടില്ല റൊണാൾഡോയ്ക്ക്. ഇത്തവണ റൊണാൾഡോയ്ക്ക് കപ്പടിക്കാൻ പറ്റുമോ? റൊണാൾഡോ ഇത്തവണ കപ്പടിക്കുന്ന ഏത് രാജ്യത്തിന്റെ ആളാണ്? പോർച്ചുഗലാണോ? ഏത് ടീമാ ഇഷ്ടപ്പെട്ടത്? അർജന്റീന. അപ്പൊ ആരെ കപ്പടിക്കും ഇത്തവണ? കഴിഞ്ഞ തവണ കപ്പടിച്ചില്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെസ്സിയാണോ? ഏത് രാജ്യമാണ്? എല്ലാരും അർജന്റീനക്കാരാണോ? ഇതാണ് പടഞ്ഞറിയിക്കാൻ തക്കവണ്ണം വലിയ ആവേശത്തിലാണ് ഇവിടുത്തെ പെൺകുട്ടികളുടെ. ഏതാണ് നിങ്ങളുടെയൊക്കെ ടീം? ഏതാ? അർജന്റീനയാണോ? ഇഷ്ടപ്പെട്ട ആരെ? മെസ്സിയാണോ? വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. കുട്ടികളെല്ലാം ആവേശത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. വലിയ വിപുലമായ ആഘോഷ പരിപാടികൾ ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട് നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഫ്ലാഷ് മോബുകളുണ്ട്, ഒപ്പം വർണ്ണശബളമായ റാലിയുണ്ട്. ഇപ്പോൾ തന്നെ കുട്ടികളെല്ലാം പല
തരത്തിലുള്ള ജേഴ്സികളുമായി പല ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ വിവിധ നിറങ്ങളൊക്കെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു വളരെ ആഘോഷപരമായി തന്നെ അവർ ഈ ഫുട്ബോൾ മാമാങ്കം അത് കൊണ്ടാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥിനിത ആകാശത്തേക്ക് മുഖച്ചുരുളുകൾ ഉയർത്തിവിടുന്ന കാഴ്ച വിസിലുകളും മറ്റുമൊക്കെ എന്തായാലും അടിപൊളി ആഘോഷമെന്നാണ് കുട്ടികൾ പറയുന്നത്. ശബ്ദം പോലും പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധം ശബ്ദമുഖരിതമാണ് ഈ സ്കൂള്. പെൺകുട്ടികൾ അക്ഷരാർത്ഥത്തിൽ അടിച്ചു പൊളിക്കുകയാണ് ലോകകപ്പ്. അടിച്ചു പൊളിക്കുകയാണ് പെൺകുട്ടികൾ ലോകകപ്പ് ആവേശത്തിൽ എന്നുള്ള ഈ ആരവം തന്നെയാണ് എല്ലാ ലോകകപ്പുകളുടെയും സൗന്ദര്യവും. മറ്റൊരു കായിക മാമാങ്കത്തിനോ മറ്റൊരു ഉത്സവത്തിനോ കിട്ടാത്ത അത്ര ആവേശം ഈ ലോകകപ്പ് വേദികളിൽ നിന്നുള്ള ആ ഊർജ്ജം നൽകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ലോകകപ്പ് വിശേഷങ്ങളുമായി ഫുട്ബോളും ഇവിടെ പൂർണ്ണമാവുകയാണ്. രാവിലെ 7:40 വീണ്ടും കാണാം. നമസ്കാരം.